ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്താണെന്നറിയണ്ടേ? ഒരു ഫ്രഞ്ച് പുഡിങ്ങാണ്, ക്രീം ബ്രുലെ. ഇതുണ്ടാക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇന്ന് നമ്മുടെ മാജിക് റെസിപ്പി തുടങ്ങിയിട്ട് 100 days ആയി. അപ്പോൾ ഒരു സ്വീറ്റ് ആവാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, വനില എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ 4 ഐറ്റം മാത്രം മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രഞ്ച് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ഒരളവിലുള്ള കപ്പ് എടുത്ത് വെക്കണം കേട്ടോ. ആ അളവിലാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ മഞ്ഞ കരു മാത്രം എടുത്ത് മാറ്റാം. വെള്ള മാറ്റിയിട്ട് മഞ്ഞക്കരു മാത്രമാണ് നമ്മൾക്ക് ഈ പുഡിങ്ങിന് വേണ്ടത്. ഇതുപോലെ മഞ്ഞക്കരു മാത്രം നമുക്ക് എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. 6 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ വേണം മുട്ട എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ച മുട്ട അങ്ങനെ തന്നെ എടുക്കരുത് കേട്ടോ. എപ്പോഴും പുഡിങ്ങും കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ഐറ്റംസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ എല്ലാ മഞ്ഞക്കരുകളും നമ്മൾ എടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. മറ്റൊരു വലിയ ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. ഇതിൻ്റെ ഒരു മഞ്ഞക്കരു പൊട്ടിപ്പോയി. അതും കൂടി നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ച് തുടച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു ക്രീമി പഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. കണ്ടോ, നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്തു. നല്ല സ്മൂത്തായിട്ട് കിട്ടണം കേട്ടോ. ഒരു 5 മിനിറ്റോളം നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്താൽ ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. എത്ര സ്മൂത്ത് ആവുന്ന അതനുസരിച്ച് നമ്മുടെ പുഡിംഗ് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ടാണ് ബീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അളവ് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ബീറ്റിങ്ങിനൊരു അളവുണ്ട്. ആ അളവ് വിട്ടു പോവാതെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല സ്മൂത്തായിട്ടും നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണെങ്കിലും പുഡിങ്ങാണെങ്കിലും കിട്ടും. അപ്പോൾ ഏതായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് വനില എക്സ്ട്രാക്റ്റ്, ഷുഗർ ഇതെല്ലാം കൂടി ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് തന്നെ ചേർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാം അളവാണ് കിട്ടുന്നത്. ആ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. തിളച്ച് തൂവി പോകാൻ പാടില്ല കേട്ടോ. ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് വേണം നമുക്ക്. ഇതുപോലെ കണ്ടോ, നുര പോലെ വരുന്ന അനുസരിച്ച് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വിപ്പിംഗ് ക്രീം അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ വനില എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് വനില എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ടല്ലോ, നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് വനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മളിവിടെ വിപ്പിംഗ് ക്രീം ചൂടാക്കി ഷുഗറും ചേർത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഈ ഒരു മഞ്ഞക്കരുവിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ കേക്കും അതുപോലെ പുഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെപ്പോഴും കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒഴിച്ച് ഇതെല്ലാം കൂടി ബീറ്റ് ചെയ്ത് ചേർക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡിൽ നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് 4 പോർഷനായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തു. കണ്ടോ, നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കപ്പിലേക്ക് നമുക്ക് ഒഴിക്കണമല്ലോ, ആ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. കണ്ടോ, ഈ അളവിലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഫുള്ളും നിറച്ച് തുളുമ്പി തൂവുന്ന അവസ്ഥയിൽ ഒഴിക്കരുത്. അതിൻ്റെ ഒരു 1/4 പോർഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിക്കേണ്ടത്. ഒരു ലിക്വിഡ് ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒഴിച്ചെടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് കാരമൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ നമ്മൾ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. കണ്ടോ, ഈ ഒരളവിൽ നമുക്ക് 4
കപ്പും നിറച്ച് ഒഴിച്ചെടുക്കാം. നിറച്ച് മീൻസ് ഒരു 3/4 ഭാഗമാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. കണ്ടോ, എല്ലാം നമ്മൾ നന്നായിട്ട് ഒഴിച്ചെടുത്തു. ഇതുപോലുള്ള സെറാമിക്കിൻ്റെ കപ്പ് തന്നെ എടുക്കണേ, കാരണം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സെറാമിക് കപ്പ് തന്നെ വേണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുപോലുള്ളൊരു കേക്ക് ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റാം. ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ട്രേയിലേക്ക് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അവനിന് വെക്കുന്നത്. അഥവാ ഇനി അവനിൽ വെക്കാനായിട്ട് പറ്റുന്നില്ലാത്ത, നമുക്ക് ആവിയിൽ എടുക്കേണ്ടതാണെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തട്ടൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞ് മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഒഴിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബാറ്ററിലേക്ക് വെള്ളം തുളുമ്പി തൂവി പോവരുതല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ട്രേയുടെ ഒരു ഭാഗം മാത്രം ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഈ ബാറ്ററെല്ലാം കപ്പെടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇടിയപ്പത്തട്ടിൽ ഇത് ചെയ്യുമ്പോൾ സിമ്മിലിട്ട് വേണം കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. തട്ട് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ തുളുമ്പി അതിലേക്ക് കയറാത്ത വിധത്തിൽ വേണം വെള്ളം അതിൽ പാകത്തിന് ഒഴിക്കാൻ. അതിനുശേഷം തട്ട് വെച്ച് നമുക്കിതിലേക്ക് ഈ പറയുന്ന പോലെ ഈ സിറാമിക് കപ്പിലെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ആ തട്ടിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ആവിയിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 30 മിനിറ്റ് ടൈമിലാണ് ഞാനിവിടെ അവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ അതൊക്കെ നമുക്കത് പുറത്തേക്ക് എടുക്കാം. പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഡിംഗ് നല്ല വിചാരിച്ച പോലെ അതേ ഒരു സ്വാദിലൊക്കെ നമുക്കിപ്പോൾ കിട്ടും. അതേ അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കൂളിംഗ് ട്രേയിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. കപ്പുകൾ ഓരോന്ന് എടുത്ത് വെച്ച് കൊടുത്ത് ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്. ആദ്യം ഇതിൻ്റെ ആവിയൊക്കെ പോകുന്നത് വരെ പുറത്ത് വെച്ച് തന്നെ വേണം നമുക്കിത് തണുപ്പിച്ചെടുക്കാൻ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറായി. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കാരമൽ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. കാരമൽ ഒഴിച്ച് കൊടുക്കാൻ നമ്മൾ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ആദ്യം തന്നെ നമുക്ക് തണുത്ത ശേഷം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു സ്പൂൺ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഫയർ ടോർച്ച് എടുത്തിട്ട് നമുക്ക് ഒന്ന് അത് കാരമലൈസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കാരമലൈസ് ചെയ്യണം. കണ്ടോ, നന്നായിട്ട് നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഷുഗറൊക്കെ നന്നായി കാരമലൈസ് ചെയ്ത് വരണുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഭംഗിയിൽ നമുക്ക് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരു ഫയർ ടോർച്ച് ഇല്ലാത്ത ഒരു അവസരത്തിലാണ് നമ്മളിതൊന്ന് കാരമലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഗർ ഒരു സോസ് പാനിലെടുത്തിട്ട് ഒന്ന് സ്റ്റൗവിൽ വെച്ച് തന്നെ കാരമലൈസ് ചെയ്തിട്ട് ഒഴിക്കാവുന്നതും ആണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇതുപോലുള്ള ഒരു ഫയർ ടോർച്ച് ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഒരെണ്ണം ഇങ്ങനെയും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സാസ് പാൻ എടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ, അതായത് ഒരു 50 ഗ്രാം പഞ്ചസാര മതിയാകും. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ചൂടിൽ വെച്ചിട്ട് തന്നെ പാടുള്ളൂ കേട്ടോ. തീ അധികം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സിമ്മിൽ തന്നെ, ഈ പാത്രം ഒന്ന് ചൂടായ ശേഷം ഉടനെ തീ സിമ്മിലാക്കണം. സ്റ്റൗവ് അതിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് പതുക്കെ ഒന്ന് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കേട്ടോ, നന്നായിട്ടത് മിക്സ് ചെയ്ത് വരുന്നുണ്ട്, അലിഞ്ഞ് ചേർന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ ഒരു ബ്രൗൺ കളറാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുകി പിടിച്ച് വരുന്നുണ്ട് കണ്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും കേട്ടോ, അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണേ. ഒന്ന് നന്നായിട്ട് ഈ ഒരു ബ്രൗൺ കളർ കിട്ടിക്കഴിയുമ്പോഴേക്കും വേഗം അടുപ്പങ്ങ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് നമ്മളതിൻ്റെ പുഡിംഗ് സെറ്റ് ചെയ്യേണ്ട പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേഗം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാരമലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഷുഗർ പുഡിങ്ങിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കണ്ടോ വേഗം തന്നെ സെറ്റായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ച് ഉടനെ തന്നെ ഇതൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. ഈ പുഡിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കണേ. കാരണം പെട്ടെന്ന് കട്ടിയായി പോകും. നമുക്ക് അത് അറിയാൻ പറ്റും. നമ്മൾ ആ സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു ചില്ല് പോലെ കട്ടിയായി ആ സ്പൂണിൽ പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ പോർഷനിലും ഒന്ന് പിടിപ്പിക്കാം. പുഡിങ്ങിൻ്റെ എല്ലാ പോർഷനിലും നമുക്കതൊന്ന് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് കട്ടിയായിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ കോട്ടിംഗ് പോലെ പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശമൊക്കെ പിടിച്ച് തുടങ്ങി. നമ്മൾ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ആക്കുമ്പോഴേക്കും ഇതിൻ്റെ കോട്ടിങ്ങിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു. നമുക്കിതൊന്ന് പൊട്ടിക്കാം. കണ്ടോ ശബ്ദം വന്നത് കണ്ടോ? അതിൻ്റെ ഒരു പൊട്ടിക്കുന്ന ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് അത് ചേർന്ന് പിടിക്കുന്നത് പുഡിങ്ങിൽ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ പുഡിങ് പുറത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രഞ്ച് പുഡിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 100 Days of Magic റെസിപ്പിയുടെ ഒരു സ്പെഷ്യലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഞാനൊരു ചെറിയ സ്ട്രോബെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രെയിം ബ്യൂട്ടിക്ക് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടാവുക.